നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ ലേണിംഗ് എക്സലൻസ് റെക്കോർഡിൻ്റെ ആക്ടിവിറ്റി കാർഡ് 2 മുതൽ 5 വരെയുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ സോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആക്ടിവിറ്റി കാർഡ് 1 നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്, അവിടെ നിന്ന് കാണാവുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 2, ഫൈൻഡ് ഔട്ട് ദ ഡൈനാസ്റ്റി ആൻഡ് സുൽത്താൻസ് മിസ്സിംഗ് ഇൻ ദ ഫ്ലോ ചാർട്ട് ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. താഴെ കുറച്ച് ഡൈനാസ്റ്റിയും അവിടെ ഭരിച്ച സുൽത്താൻമാർ, ആ ഡൈനാസ്റ്റിയിലുള്ള സുൽത്താൻമാരുടെ പേരും ഉള്ള ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ബോക്സിൽ തന്നിട്ടുള്ളത് ഫുൾ എല്ലാം തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഏതാണ്? മാംലൂക്ക് ഡൈനാസ്റ്റി അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റി. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അടിമവംശം അല്ലേ. അവിടെയുള്ള പ്രഗത്ഭരായ രാജാക്കന്മാരുടെ പേര് കുത്തുബ്ദീൻ ഐബക്ക്, ഇൽതുമിഷ്, ബാൽബൻ. അടുത്തത് ഖൽജി ഡൈനാസ്റ്റി. ഖൽജി ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ ആരൊക്കെയാണ്? ജലാലുദ്ദീൻ ഖൽജി, അലാവുദ്ദീൻ ഖൽജി. ജലാലുദ്ദീൻ ഖൽജിയും പിന്നെ അലാവുദ്ദീൻ ഖൽജിയുമായിരുന്നു ഖൽജി ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട 2 സുൽത്താൻമാർ. അടുത്തത് താഴെ ഡാഷ് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? അവിടുത്തെ ഡൈനാസ്റ്റിയുടെ പേര് തുഗ്ലക് ഡൈനാസ്റ്റി. അവിടെയുള്ള പ്രഗത്ഭരായ സുൽത്താൻമാരുടെ പേര് 2 ഇവിടെ തന്നിട്ടുണ്ട്. മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്, പിന്നെ ഒരാളും കൂടിയുണ്ട്, ഗിയാസുദ്ദീൻ തുഗ്ലക്. അപ്പോൾ തുഗ്ലക് ഡൈനാസ്റ്റി പ്രഗത്ഭരായ സുൽത്താൻമാർ ആരൊക്കെയായിരുന്നു? ഗിയാസുദ്ദീൻ തുഗ്ലക്, മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്. അടുത്തത് സയ്യിദ് ഡൈനാസ്റ്റി. സയ്യിദ് ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ അല്ലെങ്കിൽ സുൽത്താൻമാർ കിസർ ഖാൻ, അലാവുദ്ദീൻ ആലം ഷാ. കിസർ ഖാൻ, അലാവുദ്ദീൻ ആലം ഷാ. ഇനി ലോധി ഡൈനാസ്റ്റി. ലോധി ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട ലോധി വംശ രാജാക്കന്മാർ ബഹലൂൽ ലോധി, സിക്കന്ദർ ലോധി, പിന്നെ ഇബ്രാഹിം ലോധി. ആരാണ്? ബഹലൂൽ ലോധി, സിക്കന്ദർ ലോധി, പിന്നെ ഇബ്രാഹിം ലോധി. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് നമ്പർ 3, ലെറ്റ്സ് മേക്ക് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പാരഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്, ഞാനത് വായിച്ച് പറഞ്ഞുതരാം. ഇൽത്തുമിഷ് വാസ് ദ റൂളർ ഹൂ അസ്യൂം ദ പവർ ആഫ്റ്റർ കുത്തുബ്ദീൻ ഐബക്ക്. കുത്തുബ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിൽ വന്നത് ആരായിരുന്നു? ഇൽത്തുമിഷ് ആയിരുന്നു. ഹി കോൺകേർഡ് മുൾട്ടാൻ ആൻഡ് ലാഹോർ. അദ്ദേഹം മുൾട്ടാൻ, ലാഹോർ എന്നീ പ്രദേശങ്ങൾ കീഴടക്കി. ഹി ഇൻട്രൊഡ്യൂസ്ഡ് എ യൂണിഫോം മോണിറ്ററി സിസ്റ്റം ഇൻ ദ റീജിയൻസ് അണ്ടർ ഹിസ് കൺട്രോൾ. തൻ്റെ കൺട്രോളിലുള്ള റീജിയൻസിൽ, തൻ്റെ കൺട്രോളിലുള്ള പ്രദേശങ്ങളിൽ അദ്ദേഹം ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ, യൂണിഫോം മോണിറ്ററി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആരാണ്? നമ്മുടെ ഇൽത്തുമിഷ്. തങ്ക ആൻഡ് ജിത്തൽ വേർ ദ കോയിൻസ് ഹി ഇൻട്രൊഡ്യൂസ്ഡ്. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 നാണയങ്ങളുടെ പേരാണ് തങ്ക, ജിത്തൽ എന്നിവ. അലാവുദ്ദീൻ ഖൽജി, ദ ചീഫ് റൂളർ ഓഫ് ദി ഖൽജി ഡൈനാസ്റ്റി who came to power after the Mamluk dynasty conquered the regions in southern and western India. അതായത് മാംലൂക്ക് ഡൈനാസ്റ്റിക്ക് ശേഷം അധികാരത്തിൽ പിന്നീട് വന്നതാരായിരുന്നു? ഖൽജി ഡൈനാസ്റ്റി ആയിരുന്നു. ഖൽജി ഡൈനാസ്റ്റിയിലെ ഒരു പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖൽജി. അദ്ദേഹം ഏതൊക്കെ പ്രദേശങ്ങൾ കീഴടക്കി എന്നാണ് പറയുന്നത്? വെസ്റ്റേൺ ഇന്ത്യയുടെയും സദേൺ ഇന്ത്യയുടെയും കുറച്ച് ഭാഗങ്ങൾ അദ്ദേഹം കീഴടക്കി. ആഫ്റ്റർ ഹിസ് കോൺക്വസ്റ്റ് ഓഫ് ഗുജറാത്ത് ദ സീപോർട്സ് കെയിം അണ്ടർ ഹിസ് കൺട്രോൾ. അദ്ദേഹം ഗുജറാത്ത് കീഴടക്കിയതോടുകൂടി തുറമുഖങ്ങൾ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായി. ഗുജറാത്തിലെ ഈ തുറമുഖങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായി. ഹി ഇമ്പോർട്ടഡ് ദ ഫൈൻ ഹോഴ്സസ് ഫ്രം ഇറാഖ് ത്രൂ ദീസ് പോർട്സ്. ഈ തുറമുഖങ്ങൾ വഴി ഫൈൻ ഹോഴ്സസ് എന്ന് വെച്ചാൽ നല്ല മികച്ച ഇനം കുതിരകളെ അദ്ദേഹം ഇറക്കുമതി ചെയ്തു. എവിടെ നിന്ന്? ഫ്രം ഇറാഖിൽ നിന്ന്. Thus with the help of a strong army he expanded his empire. അങ്ങനെ ഈ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ രാജ്യം വ്യാപിപ്പിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരുടെ കാര്യമാണ് ഈ പറഞ്ഞത്? അലാവുദ്ദീൻ ഖൽജിയുടെ കാര്യമാണ് ഈ പറഞ്ഞത് കേട്ടോ. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? യൂസിങ് ദ എബവ് നോട്ട് പ്രിപ്പയർ 5 ക്വസ്റ്റ്യൻസ് വിച്ച് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ക്വിസ് കോമ്പറ്റീഷൻ ഓർഗനൈസ്ഡ് ബൈ ദ സോഷ്യൽ സയൻസ് ക്ലബ്ബ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ വിച്ച് ഡൈനാസ്റ്റി ഡിഡ് ദ ഖൽജി ഡൈനാസ്റ്റി റൂൾ. ഏത് ഡൈനാസ്റ്റിക്ക് ശേഷമാണ് ഖൽജി ഡൈനാസ്റ്റി അധികാരത്തിൽ വന്നത്? ഏത് ഡൈനാസ്റ്റിക്ക് ശേഷമാണ്? നമുക്കറിയാം, മാംലൂക്ക് ഡൈനാസ്റ്റി അല്ലേ. ഇതുപോലെയുള്ള ബാക്കി ഒരു 4 ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഹൂ കെയിം ടു പവർ ആഫ്റ്റർ കുത്തുബ്ദീൻ ഐബക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ കെയിം ടു പവർ ആഫ്റ്റർ കുത്തുബ്ദീൻ ഐബക്ക്. കുത്തുബ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിൽ വന്നത് ആരായിരുന്നു? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് റൂളർ ഇൻട്രൊഡ്യൂസ്ഡ് ദ യൂണിഫോം മോണിറ്ററി സിസ്റ്റം. ഏകീകൃത നാണയ വ്യവസ്ഥ പുതുതായി കൊണ്ടുവന്നത് ഏത് ഭരണാധികാരി ആയിരുന്നു?
ആരായിരുന്നു? ഇൽത്തുമിഷ് അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരുന്നു? ഹു കെയിം ടു പവർ ആഫ്റ്റർ കുത്തുബ്ദീൻ ഐബക്ക്? കുത്തുബ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിൽ വന്നത് ആരായിരുന്നു? ഇൽത്തുമിഷ് അല്ലേ? അടുത്തത് വാട്ട് വാസ് ദ നെയിംസ് ഓഫ് ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് കോയിൻസ് ബൈ ദ ഇൽത്തുമിഷ്? നാലാമത്തെ ക്വസ്റ്റ്യൻ. പുതുതായിട്ട് ഇൽത്തുമിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്ത നാണയങ്ങളുടെ പേര് എന്താണ്? തങ്ക ആൻഡ് ജിത്താൽ. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് സുൽത്താനേറ്റ് റൂളർ ഹു കോൺകേർഡ് ഗുജറാത്ത്? ഗുജറാത്ത് കീഴടക്കിയ ഏത് സുൽത്താൻ ഭരണാധികാരിയായിരുന്നു? ആരായിരുന്നു? അലാവുദ്ദീൻ ഖൽജിയാണ് ഗുജറാത്ത് കീഴടക്കിയത് അല്ലേ? അടുത്തത് മാച്ച് ദ ഫോളോയിങ്. The following are the achievements of the rulers during the reign of Sultanate. Complete the table matching column A with column B. A കോളവും ബി കോളവും പരസ്പരം മാച്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എ കോളത്തിൽ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് കുത്തുബ്ദീൻ ഐബക്ക്, ഇൽത്തുമിഷ്, അലാവുദ്ദീൻ ഖിൽജി, മുഹമ്മദ് ബിൻ തുഗ്ലക്, ഇബ്രാഹിം ലോധി. അപ്പോൾ ഇതിന് ചേരുന്നത് ബി കോളത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തി എഴുതണം. അതെന്താ ഇവിടെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എഴുതാം. ഒന്നാമത്തത് കുത്തുബ്ദീൻ ഐബക്ക്. അദ്ദേഹമായിട്ട് ചേരുന്നത് എന്താണ്? ഫൗണ്ടർ ഓഫ് മംലൂക്ക് ഡൈനാസ്റ്റി, അടിമ വംശത്തിൻ്റെ സ്ഥാപകനായിരുന്നു കുത്തുബ്ദീൻ ഐബക്ക്. അടുത്തത് ഇൽത്തുമിഷ്. ഇൽത്തുമിഷുമായിട്ട് ചേരുന്നത് ഏതാണ്? തങ്ക ആൻഡ് ജിത്താൽ. അതായത് ഇൽത്തുമിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ട് നാണയങ്ങളാണ് തങ്കയും ജിത്താലും. അടുത്തത് അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയായിട്ട് ചേരുന്നത് കോൺകേർഡ് ഗുജറാത്ത്. ഗുജറാത്തിനെ കീഴടക്കിയത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അടുത്തത് മുഹമ്മദ് ബിൻ തുഗ്ലക്. അതുമായിട്ട് ചേരുന്നത് ചേഞ്ച് ദ ക്യാപിറ്റൽ അല്ലേ? ക്യാപിറ്റൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത ആൾ ആരായിരുന്നു? മുഹമ്മദ് ബിൻ തുഗ്ലക് ആയിരുന്നു. പിന്നെ ഇബ്രാഹിം ലോധിയാണ് ദ ലാസ്റ്റ് സുൽത്താനേറ്റ് റൂളർ. അവസാന സുൽത്താൻ ഭരണാധികാരിയായിരുന്നു ആര്? ഇബ്രാഹിം ലോധി. അടുത്തത് ആക്ടിവിറ്റി കാർഡ് 4 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു റീഡിംഗ് കാർഡ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിനെ കുറിച്ചുള്ളൊരു ചെറിയ വിവരണമാണ് കൊടുത്തിട്ടുള്ളത്. ഇൻ 1526 ബാബർ ദ റൂളർ ഓഫ് കാബൂൾ ഇൻ അഫ്ഗാനിസ്ഥാൻ ക്യാപ്ചർഡ് ഡൽഹി ഡിഫീറ്റിംഗ് ഇബ്രാഹിം ലോധി ദ ലാസ്റ്റ് റൂളർ ഓഫ് ദി സുൽത്താനേറ്റ് പീരിയഡ് അറ്റ് പാനിപ്പത്ത് നിയർ ഡൽഹി. ഡൽഹിക്ക് സമീപമുള്ള പാനിപ്പത്തിൽ വച്ചിട്ട് 1526 ബാബർ ആരായിരുന്നു? ദ റൂളർ ഓഫ് കാബൂൾ ഇൻ അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബർ ഡൽഹിയെ പിടിച്ചടക്കി. എങ്ങനെ? ഡിഫീറ്റിംഗ് ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി. ഇബ്രാഹിം ലോധി ആരായിരുന്നു? ദ ലാസ്റ്റ് റൂളർ ഓഫ് സുൽത്താനേറ്റ് പീരിയഡ്. സുൽത്താനേറ്റ് ഭരണകാലഘട്ടത്തിലെ അവസാനത്തെ രാജാവായിരുന്നു ആര്? ഇബ്രാഹിം ലോധി. അപ്പോൾ അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തി ബാബർ ഡൽഹി പിടിച്ചടക്കി അല്ലേ? അപ്പോൾ ഒന്നാം പാനിപ്പത്ത് യുദ്ധമെന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്നായിരുന്നു അത് നടന്നത്? 1526. ഔറംഗസീബ് വാസ് ദ ലാസ്റ്റ് റൂളർ എമംഗ് പ്രോമിനൻറ്റ് റൂളേഴ്സ് ഓഫ് ദി മുഗൾ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ബാബർ. എന്നിട്ട് ഈ ബാബർ എന്ത് സ്ഥാപിച്ചു? മുഗൾ ഡൈനാസ്റ്റി സ്ഥാപിച്ചു. മുഗൾ രാജവംശത്തിലെ വളരെ പ്രഗത്ഭനായ അവസാന രാജാവായിരുന്നു ആര്? ഔറംഗസീബ്. അപ്പോൾ മുഗൾ രാജവംശ സ്ഥാപകൻ ബാബറാണ്. അദ്ദേഹം സ്ഥാപിച്ച മുഗൾ രാജവംശത്തിലെ ഏറ്റവും അവസാനത്തെ ശക്തനായ ഒരു ഭരണാധികാരി എന്ന് പറയുന്നത് ഔറംഗസീബായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. കംപ്ലീറ്റ് ദ ടൈം ലൈൻ ഇൻഡിക്കേറ്റിംഗ് ദ ഇമ്പോർട്ടൻറ്റ് മുഗൾ റൂളേഴ്സ് ആൻഡ് ദെയർ റെയിൻസ്. ഇവിടെ ഓരോ മുഗൾ റൂളേഴ്സിൻ്റെ പേര് തന്നിട്ടുണ്ട്. എന്നിട്ട് അവരുടെ ഭരണകാലഘട്ടവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബാബർ 1526 മുതൽ 1530 വരെ. ഇതേപോലെ അടുത്ത മുഗൾ രാജാവിൻ്റെ പേര്, അവരുടെ ഭരണകാലഘട്ടം അങ്ങനെ എഴുതണം. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മുടെ ഓരോ മുഗൾ രാജാക്കന്മാരുടെയും അവരുടെ ഭരണകാലഘട്ടവും പറഞ്ഞിട്ടുണ്ട്. ബാബർ 1526 മുതൽ 1530 വരെ. അടുത്തത് ഹുമയൂൺ 1530 മുതൽ 1540 വരെ. പിന്നീട് അദ്ദേഹത്തിന് ഭരണം നഷ്ടപ്പെട്ടു. ഷേർഷാ സൂരി അദ്ദേഹത്തെ പരാജയപ്പെടുത്തി, ഹുമയൂണിനെ പരാജയപ്പെടുത്തുകയും ഹുമയൂൺ അവിടെ നിന്ന് നാട് വിടുകയുമാണ് ഉണ്ടായത്. ഡൽഹിയിൽ നിന്ന് നാട് വിട്ടുപോയി. അപ്പോൾ അതിനുശേഷം സൂർ രാജവംശത്തിലെ ഷേർഷാ സൂരി ആയിരുന്നു ഡൽഹി ഭരിച്ചിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ദുർബലരാണ് എന്ന് മനസ്സിലാക്കിയ ഹുമയൂൺ 1555 തിരിച്ചു വരികയും അവിടെ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളെ പരാജയപ്പെടുത്തി ഡൽഹിയുടെ അധികാരം തിരിച്ചു പിടിച്ചു. അതിനുശേഷം 1555 മുതൽ 1556 വരെ ഹുമയൂൺ ഭരിച്ചു. അതിനുശേഷം അക്ബർ ആണ് ഭരണത്തിലേറിയത്. 1556 മുതൽ 1605 വരെയുള്ള കാലഘട്ടത്തിലാണ് അക്ബർ ഡൽഹി ഭരിച്ചത്. അതിനുശേഷം ജഹാംഗീർ വന്നു. അദ്ദേഹം 1605 മുതൽ 1627 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലയളവ്. അതിനുശേഷം ഷാജഹാൻ 1627 മുതൽ 1658 വരെ. അതിനുശേഷം
ഔറംഗസീബ് അദ്ദേഹം 1658 മുതൽ 1707 വരെ ഭരിച്ചു. അപ്പോൾ ഇത്രയാണ് തന്നിട്ടുണ്ടായിരുന്ന ഓരോ മുഗൾ രാജാക്കന്മാരും അവരുടെ ഭരണ കാലഘട്ടവും. അടുത്തത് ആക്ടിവിറ്റി കാർഡ് 5 ആണ്. ഇവിടെ തന്നിട്ടുള്ളത് സൗത്ത് ഇന്ത്യൻ കൺട്രീസ്. നോട്ട് ഓൺലി ഇൻ ഡൽഹി ഡിഡ് ദ ഡൈനാസ്റ്റീസ് എക്സിസ്റ്റഡ്, ദ ചോള ഡൈനാസ്റ്റി, ദ വിജയനഗര ഡൈനാസ്റ്റി ആൻഡ് ദ ബാമിനി ഡൈനാസ്റ്റി എക്സിസ്റ്റഡ് ഇൻ സദേൺ ഇന്ത്യ ആൻഡ് ദ മറാത്ത ഡൈനാസ്റ്റി എക്സിസ്റ്റഡ് ഇൻ വെസ്റ്റേൺ ഇന്ത്യ. ഇന്ത്യയുടെ സദേൺ ഭാഗത്ത് തെക്കേ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന നിലനിന്നിരുന്ന ഡൈനാസ്റ്റികൾ ഏതൊക്കെയാണ്? ചോള ഡൈനാസ്റ്റിയും വിജയനഗര ഡൈനാസ്റ്റിയും പിന്നെ ബാമിനി ഡൈനാസ്റ്റി, ഇത് മൂന്നും. പിന്നെ അതുപോലെ തന്നെ മറാത്ത ഡൈനാസ്റ്റി ഇന്ത്യയുടെ വെസ്റ്റേൺ സൈഡിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു ഡൈനാസ്റ്റിയാണ്, പടിഞ്ഞാറ് ഇന്ത്യയിൽ. ഇവിടെ ഒരു വേർഡ് വെബ് തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മേജർ കിങ്ഡംസ് ഇൻ സൗത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യയിലെ മേജർ കിങ്ഡംസ് ഇൻ വെസ്റ്റേൺ ഇന്ത്യയിലെ. അപ്പോൾ മേജർ കിങ്ഡംസ് ഇൻ വെസ്റ്റേൺ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ആ ബോക്സിൽ നമ്മൾ മറാത്ത ഡൈനാസ്റ്റി എന്ന് എഴുതണം. അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മറാത്ത ഡൈനാസ്റ്റി, കണ്ടല്ലോ. അടുത്തത് മേജർ കിങ്ഡംസ് ഇൻ സദേൺ ഇന്ത്യയിൽ 3 കോളംസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ എന്താണ് ചോള ഡൈനാസ്റ്റി കൊടുത്തിട്ടുണ്ട്, വിജയനഗര ഡൈനാസ്റ്റി ആൻഡ് ദ ബാമിനി ഡൈനാസ്റ്റി. അപ്പം നിങ്ങളത് എഴുതുക. ഇവിടെ ചോള ഡൈനാസ്റ്റി, അടുത്തത് വിജയനഗര ഡൈനാസ്റ്റി, ഇവിടെ ബാമിനി ഡൈനാസ്റ്റി. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. അടുത്തത് കംപ്ലീറ്റ് ദ ടേബിൾ. ചോള ഡൈനാസ്റ്റിയിലെ റൂളർ ആരാണോ എഴുതുക. അതുപോലെ അടുത്തത് ചോള ഡൈനാസ്റ്റിയിലെ പ്രഗത്ഭരായ 2 റൂളേഴ്സാണ് രാജരാജ ചോള, രാജേന്ദ്ര ചോള. അടുത്തത് വിജയനഗര ഡൈനാസ്റ്റിയിലെ പ്രഗത്ഭൻ കൃഷ്ണദേവരായ. അടുത്തത് ബാമിനി ഡൈനാസ്റ്റി അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ. അടുത്തത് മറാത്ത ഡൈനാസ്റ്റിയിലെ ശിവജി. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ എഴുതേണ്ടത്. അടുത്ത ആക്ടിവിറ്റി കാർഡ് 5 ഒരു റീഡിംഗ് കാർഡ് തന്നിട്ടുണ്ട്. അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ വാസ് ദ ഫൗണ്ടർ ഓഫ് ദി ബാമിനി കിങ്ഡം. ബാമിനി കിങ്ഡത്തിൻ്റെ സ്ഥാപകനായിരുന്നു അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ. ദ റൈച്ചൂർ റീജിയൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ തുംഗഭദ്ര റിവർ ആൻഡ് കൃഷ്ണ റിവർ വാസ് ഫെർട്ടൈൽ. അതായത് തുംഗഭദ്ര നദിക്കും കൃഷ്ണ നദിക്കും ഇടയ്ക്കുള്ള ഒരു പ്രദേശമാണ് റൈച്ചൂർ റീജിയൻ എന്നറിയപ്പെടുന്നത്. ഇത് വളരെ ഫലഭൂയിഷ്ഠമുള്ള ഒരു പ്രദേശമായിരുന്നു. ഇറ്റ് വാസ് നോൺ ആസ് ദ റൈസ് ബൗൾ ഓഫ് സൗത്ത് ഇന്ത്യ. തെക്കേ ഇന്ത്യയുടെ റൈസ് ബൗൾ എന്നാണ് ഈ ഒരു പ്രദേശം, റൈച്ചൂർ റീജിയൻ, അറിയപ്പെട്ടിരുന്നത്. ദ റൂളേഴ്സ് ഓഫ് ബാമിനി ആൻഡ് വിജയനഗര ഫ്രീക്വൻ്റ്ലി എൻഗേജ്ഡ് ഇൻ വാർസ് ടു ഗെയിൻ കൺട്രോൾ ഓവർ ദ റൈച്ചൂർ റീജിയൻ. ഈ റൈച്ചൂർ റീജിയൻ്റെ അധികാരം സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് വിജയനഗര രാജാക്കന്മാരും ബാമിനി രാജാക്കന്മാരും പരസ്പരം എപ്പോഴും യുദ്ധം ചെയ്തിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വിച്ച് റീജിയൻ വാസ് നോൺ ആസ് ദ റൈസ് ബൗൾ ഓഫ് സൗത്ത് ഇന്ത്യ? സൗത്ത് ഇന്ത്യയിലെ റൈസ് ബൗൾ എന്നറിയപ്പെടുന്നത് ഏത് പ്രദേശമാണ്? റൈച്ചൂർ റീജിയൻ. ഏതാണ്? റൈച്ചൂർ റീജിയൻ. അവിടെ കൊടുത്തിട്ടുണ്ട്, റൈച്ചൂർ റീജിയൻ. ഓക്കെ. അടുത്തത് ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ബാമിനി കിങ്ഡം? ബാമിനി കിങ്ഡത്തിൻ്റെ ഫൗണ്ടർ ആരായിരുന്നു? അതുകൂടെ കൊടുത്തിട്ടുണ്ട്, അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ. അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ ആണ് ബാമിനി കിങ്ഡത്തിൻ്റെ ഫൗണ്ടർ. അടുത്തത് വിച്ച് റൂളേഴ്സ് ഫ്രീക്വൻ്റ്ലി എൻഗേജ്ഡ് ഇൻ വാർ വിത്ത് ബാമിനി കിങ്ഡം? ബാമിനി രാജവംശവുമായിട്ട് എപ്പോഴും യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് ആരായിരുന്നു? വിജയനഗര റൂളേഴ്സ്, ദ റൂളേഴ്സ് ഓഫ് വിജയനഗര എന്ന് എഴുതിയാലും മതി. വിജയനഗര രാജാക്കന്മാരായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തത് ആക്ടിവിറ്റി കാർഡ് 6, 2ാമത്തെ യൂണിറ്റാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1ാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയി കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. മാത്രമല്ല നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്